ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ദൈവവചനം പറയുന്ന ആരാധന എന്ന് പറയുന്നത് പാട്ടും കൂത്തവും ചാട്ടവും വിറപ്പീരും തുള്ളലും ഒന്നുമല്ല എന്നതാണ്. ദൈവം നിശ്ചയിച്ച ആരാധനയുടെ അളവ് യഥാർത്ഥത്തിൽ ബൈബിളിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. സ്വർഗത്തിൽ 24 മണിക്കൂറും ഈ ആരാധന നടക്കുന്നു എന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും മനസ്സിലാവും. ഈ ആരാധനയുടെ സത്യാവസ്ഥയെക്കുറിച്ച് ഒരു വിവരണം സത്യവേദ പുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളുടെ മുമ്പാകെ അതിനെ സമർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ആദ്യം ആരാധന എന്നാൽ എന്താണ്, അതെങ്ങനെയാണ് എന്നത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ ആരാധനയുടെ രഹസ്യം എങ്ങനെ ആയിരിക്കണം എന്ന് പുരോഹിതന്മാരെക്കാളും പാസ്റ്റർമാരെക്കാളും ഒക്കെ അധികമായിട്ട് പിശാചിന് കൃത്യമായിട്ടറിയാം. കാരണം ഞാനിത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് തന്നെ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഇതൊരു വിവാദ വിഷയമായതുകൊണ്ട്. നിലവിലിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആരാധന എന്ന് പറയുന്ന ഒത്തിരി വിഷയങ്ങൾക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത അന്യഭാഷയും ബഹളവും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതൊരു വല്ലാത്ത തലത്തിലാക്കിയതുകൊണ്ട് ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ശ്രദ്ധിക്കുക. ഈ ഹാബേലിൻ്റെയും കായൻ്റെയും ബലികളെക്കുറിച്ച് വേദപുസ്തകം ബലിയെക്കുറിച്ച് ആണ് അവിടെ പറയുന്നത്, അല്ലാതെ അവിടെ ആരാധനയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 4:26 ശേത്തിനൊരു മകൻ ജനിച്ചു, അവന് ഏനാശ് എന്ന് പേരിട്ടു. അക്കാലത്ത് മനുഷ്യർ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. ശേത്തിന് ഒരു മകൻ ജനിച്ചു, അവന് ഏനാശ് എന്ന് പേരിട്ടു. അക്കാലത്ത് മനുഷ്യൻ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അതുവരെ മൃഗബലികളായിരുന്നു എങ്കിൽ അന്ന് മുതൽ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കാൻ തുടങ്ങുന്നു. യഹോവയുടെ നാമത്തിലുള്ള ആരാധന എങ്ങനെയായിരുന്നു എന്ന് അവിടെ പ്രതിപാദിച്ചിട്ടൊന്നുമില്ല. പാട്ടാണോ, നൃത്തമാണോ, പ്രസംഗമാണോ, അങ്ങനെയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പിന്നീട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ 12:8 അവിടെ നമ്മൾ വായിക്കുന്നു, അദ്ദേഹം അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് പോയി അവിടെ കൂടാരം അടിച്ചു. ആ സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ബഥേലും കിഴക്ക് വശത്ത് ഹായുമായിരുന്നു. അവിടെ അബ്രഹാം യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അദ്ദേഹം യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. അവിടെ ആരാധനയ്ക്ക് പറയുന്നത് വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ്. നാമം വിളിച്ചപേക്ഷിക്കുക എന്നാണ് വചനം പറയുന്നത്. എന്നാൽ ഇപ്പോൾ നാം ആരാധന എങ്ങനെയാണെന്ന് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ആരാധന തന്നെ. ഇത് നമ്മൾ അന്വേഷിച്ച് പോയാൽ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകും, പാട്ടും കൂത്തും ഒന്നുമല്ല, അല്ലെങ്കിൽ കൂത്താട്ടം ഒന്നുമല്ല ആരാധന എന്ന് മനസ്സിലാക്കാം. ആരാധനയുടെ സത്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ആരാധനയെക്കുറിച്ച് യേശു എന്തു പറയുന്നു എന്നത് മത്തായി സുവിശേഷത്തിനകത്ത് 4-ാം അധ്യായത്തിനകത്ത് യേശുവിൻ്റെ പരീക്ഷണങ്ങൾ എന്ന പേരിലാണ്, യേശുവിനുണ്ടായ പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങൾ എന്നൊക്കെയാണ് ഓരോ ബൈബിളിലും പറയുന്നത്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അദ്ദേഹത്തിന് വിശന്നു. പ്രലോഭകൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന്, അങ്ങ് ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് യേശു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ പരീക്ഷണം ഭൗതികമായിരുന്നു. അത് വിശപ്പുമായി ബന്ധപ്പെട്ട് കല്ല് അപ്പമാക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ആക്കുമ്പോൾ അതൊരത്ഭുതമായി മാറും, അങ്ങ് ദൈവപുത്രനാണല്ലോ എന്നൊക്കെ പറഞ്ഞാണ് പ്രലോഭിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഒന്നാമത്തെ ആ പരീക്ഷണം എന്ന് പറയുന്നത് ശരിക്കും ഭൗതികമായിരുന്നു. രണ്ടാമത്തേത് അദ്ദേഹത്തെ വിശുദ്ധ നഗരത്തിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി. അവൻ പറഞ്ഞു, അങ്ങ് ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, അവിടുന്ന് അങ്ങയെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അങ്ങയുടെ കാൽ കല്ലിൽ തട്ടാതിരിക്കേണ്ടതിന് അവർ അങ്ങയെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്ന ഒരു ആത്മീക വിഷയമായിരുന്നു. ആദ്യത്തെ ഭൗതികമായിരുന്നു, രണ്ടാമത്തേത് ആത്മീകമായിരുന്നു.
മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, വീണ്ടും പിശാച് അദ്ദേഹത്തെ വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും അദ്ദേഹത്തെ കാണിച്ചു. അങ്ങ് എന്നെ താണു വീണ് നമസ്കരിച്ചാൽ ഇവയെല്ലാം ഞാൻ അങ്ങേക്ക് തരാം എന്ന് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോകൂ, നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അദ്ദേഹത്തെ വിട്ടുപോയി. ദൂതന്മാർ വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അങ്ങനെ താണു വീണ് നമസ്കരിച്ചാൽ, ഇതിനെയാണ് സാഷ്ടാംഗ നമസ്കാരമെന്ന് ബൈബിളിൽ പലയിടത്തും എഴുതിയേക്കുന്നത്. ഈ ഒരു ആരാധനയാണ്. അബ്രഹാം ദൈവത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വന്ന് അവസാനം യോഹന്നാൻ പോലും വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ വീണ് നമസ്കരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടോ, മിക്ക മതങ്ങളിലും, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലൊക്കെ ഫുൾ ആയിട്ട് താഴെ വീണ് സാഷ്ടാംഗം നമസ്കരിക്കുന്നത് ഒരു പ്രാർത്ഥന കണ്ടിട്ടുണ്ടോ? ഇത് ബൈബിളിൻ്റെ വ്യവസ്ഥയിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ വിശ്വാസികളെന്ന് പറയുന്നവർ ഇത് മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ സാത്താന് അല്ലെങ്കിൽ പിശാച് വന്നിട്ട് യേശുവിനോട് പറഞ്ഞു എന്നറിയോ, അങ്ങ് എന്നെ താണു വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതെല്ലാം അങ്ങേക്ക് തരാം. ഇതെല്ലാം അങ്ങേക്ക് തരാം എന്ന് പറഞ്ഞെങ്കിൽ ഇതെല്ലാം അവൻ്റെ കയ്യിലുള്ളതാണ്. എന്നതാ കാണിച്ചത്? ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും അവയുടെ മഹത്വം അദ്ദേഹത്തെ കാണിച്ചു. അപ്പോൾ ഇതൊക്കെ പിശാചിൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണെന്ന് പിശാചിനും അറിയാം, യേശുവിനും അറിയാം. അപ്പോൾ കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതെല്ലാം തരാം, പക്ഷേ ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നെ ഒന്ന് താണു വീണ് നമസ്കരിച്ചാൽ മതി, എൻ്റെ മുമ്പിൽ ഒന്ന് സാഷ്ടാംഗമായി നമസ്കരിച്ചാൽ മതി എന്നാണ് പിശാച് പറഞ്ഞത്. ഇതെന്തുകൊണ്ടാണ് ഇവനിങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇവൻ ഈ പിശാചാകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ദൂതന്മാരിൽ പ്രധാനികളിൽ ഒരുവനായിരുന്നു. ഇവൻ ആരാധന എന്താണെന്ന് സ്വർഗത്തിൽ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള ആരാധന എന്താണെന്ന് കണ്ടതുകൊണ്ടാണ് ഇവൻ ദൈവത്തോട് ഈ കാര്യങ്ങൾ ചോദിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഈ മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കണ്ണ് തുറന്ന് നമ്മളിത് കാണുകയാണെങ്കിൽ നമുക്ക് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് യഥാർത്ഥത്തിലുള്ള ആരാധന എന്താണെന്ന് ഇവിടെ നിന്ന് മനസ്സിലാകണം. താണു വീണ് നമസ്കരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന എന്ന് നമുക്കിവിടെ യേശുവിനോട് സാത്താൻ ചോദിച്ചത്. ഇതിൽ കൂടുതലൊരു ആരാധന ഉണ്ടായിരുന്നെങ്കിൽ സാത്താൻ യേശുവിനോട് അതേ ചോദിക്കുള്ളായിരുന്നു. അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു തന്നെ ഈ ലോകവും ലോകത്തിലെ സകല പ്രതാപങ്ങളും കാണിച്ചു കൊടുത്തിട്ടാണ് പറഞ്ഞു, ഞാനിതെല്ലാം തരാം, പക്ഷേ എനിക്ക് ഈ ആരാധന ഒന്ന് വേണം. ദൈവത്തിന് ഈ ആരാധന കിട്ടുന്നത് സ്വർഗത്തിൽ വെച്ച് ആരാധനയുടെ ഈ സമയത്ത് ഇദ്ദേഹം കണ്ടിട്ടുണ്ട്. ഈ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിനകത്തും ഒക്കെ ഇത് കൃത്യമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് 1, 2, 3 വാക്യങ്ങളിലൊക്കെ ദൂതന്മാർ അവൻ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ ഉദ്ഘോഷത്തിന് ശേഷം അവനെ വീണ് നമസ്കരിച്ചു എന്നവിടെ എഴുതിയിട്ടുണ്ട്. ദൈവം നേരിട്ടിറങ്ങി വന്ന സമയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഭക്തന്മാർ ദൈവത്തെ വീണ് നമസ്കരിച്ചിട്ടുണ്ട് അവൻ്റെ പാദങ്ങളിൽ. അങ്ങനെ വീണ് നമസ്കരിക്കുന്നതാണ് അതിനെ ശരിക്കും സത്യവേദ പുസ്തകം എല്ലാം പറയുന്നത് സാഷ്ടാംഗം നമസ്കരിക്കുക എന്നാണ്. സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ 8 അവയവങ്ങൾ, 2 കാൽപാദം, 2 മുട്ട്, നെഞ്ച്, നെറ്റി, 2 കൈപ്പത്തി, തറയെ മുട്ടത്തക്ക വിധം കമന്നു വീണ് ദൈവത്തെ ആരാധിക്കുന്നതാണ് സാഷ്ടാംഗം എന്ന് പറയുന്നത്. ഇതിനെ ആംപ്ലിഫൈഡ് വേർഷനൊക്കെ പറയുന്ന പ്രോസ്ട്രേറ്റ് എന്നാണ് പറയുന്നത്. പ്രോസ്ട്രേറ്റ്. അങ്ങനെ വീണ് കിടന്ന് ദൈവത്തെ നമസ്കരിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അവൻ പരിശുദ്ധൻ 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 എന്ന് ഉറക്ക ഘോഷിച്ച ശേഷം അങ്ങനെ വീണ് ദൈവത്തെ നമസ്കരിക്കുന്നതാണ് യഥാർത്ഥ ആരാധനയെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ യേശുവിനെ പിശാച് പരീക്ഷിക്കുന്ന സമയത്ത് തന്നെ അത് വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസികളെന്ന് പറയുന്ന നമ്മുടെ ആളുകൾ അതൊരു വേറൊരു രീതിയിലേക്കാക്കി പാട്ടും കൂത്തും ചാട്ടവും ബഹളവും പിന്നെ ആകെ മൊത്തം തുള്ളലും വിറയലും ഒക്കെ ആയിട്ട് മാറ്റിയപ്പോൾ സത്യത്തിൽ പിശാച് പോലും പരിഹസിക്കുന്നുണ്ട്. കാരണം പിശാചിനറിയാം ഇതല്ല ആരാധന, ഇതിന് സ്വർഗത്തിലെ ആരാധനയായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല, ഇവർ ദൈവവചനം വായിക്കാത്തത് കൊണ്ടും ഇവരതിനെ ഗ്രഹിക്കാത്തത് കൊണ്ടുമാണെന്ന് പിശാചിന് അറിയാവുന്നത് കൊണ്ട് ആ ആരാധന ഒരിക്കലും സ്വർഗീയമായ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല, ദൈവം അത് സ്വീകരിക്കാനും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയമായ ആരാധന, ദൈവത്തെ ആരാധിക്കുവാൻ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ദൈവം തുറക്കണമേ, കണ്ണുകളെ ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യഥാർത്ഥത്തിലുള്ള അനുഭവത്തിലേക്ക് കടന്നു പോകാനും ദൈവത്തിൽ നിന്ന് സകലവിധ നന്മകളും പ്രാപിക്കുവാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.